All right. How are you doing? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മെഡിറ്റേഷൻ? ആരെങ്കിലും ഉറങ്ങിപ്പോയോ? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹൗ വാസ് ദ ഗ്രാറ്റിറ്റ്യൂഡ്? എക്സലന്റ് അല്ലേ? നമ്മുടെ ലൈഫിൽ നമുക്ക് വലിയ എന്താ പറയാ, ഈ മെഡിറ്റേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ഒരു വലിയ രീതിയിലുള്ള വെരി അമേസിങ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളിലേക്ക്, ഫാമിലിയിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ മെഡിറ്റേഷന്റെ കാര്യം അറിയിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഭാഗമാവുക. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരുടെയും നിങ്ങൾ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതിനെ ബേസ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മാത്രം പോരാ, മറ്റുള്ളവരിലേക്കും അത് എത്തണം. ഒരുപാട് പേര് ഇപ്പം കമന്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ് ദാറ്റ് വി ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുന്നു. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്, മോർണിംഗ് സെഷനിൽ നമ്മൾ പഠിപ്പിക്കുക എങ്ങനെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം എന്നുള്ളത്. പ്രോപ്പർ ആയിട്ടുള്ള മെഡിറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാം. ഓക്കെ, ആർ യു റെഡി? ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE. ഓക്കെ. മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെല്ലാം ഗുണം ലഭിക്കുന്നുണ്ടോ? ഗുണം ലഭിക്കുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, എന്താണ് നിങ്ങൾക്കുള്ള ചേഞ്ച് എന്താണ്? സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവരാരുള്ളത്? മീ എന്ന് കമന്റ് ചെയ്യുക. സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവരാരുള്ളത്? ജസ്റ്റ് കമന്റ് ഡൗൺ മീ. എത്ര പേരുണ്ടെന്ന് നോക്കാലോ. സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്, സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ജുൽനാറ പങ്കെടുക്കുന്നുണ്ട്, ശോഭന പങ്കെടുക്കുന്നുണ്ട്, പ്രശാന്തൻ സാറ് പങ്കെടുക്കുന്നുണ്ട്, ഷിയാബ് പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മുഹമ്മദ് ഷാജിർ പങ്കെടുക്കുന്നുണ്ട്. ഓൾ റൈറ്റ്. മനസ്സിന് നല്ല സുഖമുണ്ട്. ഓക്കെ, നല്ല മനസ്സുഖമുണ്ട്, രത്നം പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? മനസ്സിന് നല്ല സുഖം ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്താ ഫീൽ ചെയ്യുന്നത്? ഓപ്പൺ മൈൻഡ് ഓപ്പൺ ആയി മാറുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വേറെ മൈൻഡ് ഒരു തുറന്ന മനസ്സായിട്ട് മാറുന്നു. വേറെന്താ ഉള്ളത്? വടൽസ് സത്യം എന്ന് പറയുന്നു. ദേഷ്യമില്ല. പ്രശാന്ത് സാർ പറയുന്നു ദേഷ്യം കുറഞ്ഞു വരുന്നു. വെരി ഗുഡ്. വേറെ എന്താ സംഭവിക്കുന്നത്? വേറെ മറ്റുള്ള കാര്യങ്ങൾ എന്താണ്? വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? ദേഷ്യമില്ല, ദേഷ്യം കുറഞ്ഞു പോകുന്നു. കൺട്രോൾ മൈസെൽഫ്. മനസ്സിന് അതില പറയുന്നു, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. വെരി ഗുഡ്. വേറെ വാട്ട് ഹാപ്പൻസ്? ഫീൽ ഗുഡ്. നല്ല ഫീലിംഗിലേക്ക് വരുന്നു. ഇതെല്ലാം നിങ്ങളുടെ, അതായത് ഒരു കാം ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ നമുക്ക് ഇന്ന് എല്ലാവരോടും കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. രത്നം പറയും. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഗ്ലാഡ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ പോയി സ്നേഹമൊക്കെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന, സമൃദ്ധി ഫീൽ ചെയ്യുന്നു, സമൃദ്ധി ഫീൽ ചെയ്യുന്നു. ഓക്കെ, ടെൻഷൻ കുറഞ്ഞു. വെരി ഗുഡ്. അമീർ ഷാബി. സന്തോഷം, സമാധാനം ഫീൽ ചെയ്യുന്നു. ഇത് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുന്നത്. കാരണം നമ്മളിപ്പോ ഇന്ന് ഏകദേശം ഒരുപാട് പേര് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നുണ്ട്, അതേപോലെ മോർണിംഗ് സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് ഇത് എന്താണ്, സ്ഥിരമായിട്ട് പങ്കെടുത്താൽ എന്ത് കിട്ടും? ഓക്കെ, ടെൻഷൻ കുറഞ്ഞു, സമാധാനം, സന്തോഷം ഫീൽ ചെയ്യുന്നു. ഓക്കെ, ശോഭന പറയുന്നു. വേറെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ എന്താ ഉള്ളത്? വേറെ എന്ത് ഫീലിംഗ് ആ ഉള്ളത്? വാട്ട് എൽസ്? ഓക്കെ, വാട്ട് എൽസ്? വേറെ എന്തെല്ലാം ഫീലിംഗ് ഉണ്ട്? പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, പരമാവധി ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, സോ എന്തായാലും ബാക്കിയുള്ളവർ കൂടെ കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ ഇന്നത്തെ സെഷൻ? മെഡിറ്റേഷൻ കുറിച്ചാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് മെഡിറ്റേഷൻ എന്താണ്, ഏത് രീതിയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ സെഷൻ. മെഡിറ്റേഷനിൽ എന്താണ് മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ആണ്. നമ്മളുടെ മനസ്സിനെ നല്ല രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിലേക്കുള്ള ഒരു ചിന്തകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നല്ല കോൺസെൻട്രേഷനും നല്ല സംഗതികളും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം നല്ലൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് നമുക്ക് വേണം. ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് വേണം.
നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഒരു ഒരു കൺട്രോൾ കിട്ടുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഇന്നർ കൺട്രോൾ. പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരാണ്ട്, ഞാൻ മാത്രം വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതിന് എപ്പോഴും പറയാറുണ്ട്, മോർണിംഗിൽ കുളിച്ച് ഫ്രഷ് ആയി നിങ്ങൾ എന്ത് ചെയ്യുക, സെഷനിൽ ഇരിക്കുക. അത് രാവിലെ എണീക്കുക, എണീറ്റിട്ട് എന്ത് ചെയ്യുക, ഉടനെ ബാത്റൂമിലേക്ക് പോവുക, കുളിക്കുക, ഫ്രഷ് ആവുക, തിരിച്ചു വരിക. കുളിക്കുക, ഫ്രഷ് ആവുക, തിരിച്ചു വരിക. എന്നിട്ട് എന്ത് ചെയ്ച്ചാൽ നമ്മുടെ മോർണിംഗ് ഒരു ടേബിളിന്റെ മുൻപിൽ ഇരുന്നിട്ട് കേൾക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഒരുപാട് പുരുഷന്മാർ നമ്മുടെ ക്ലാസ്സിലുണ്ട്. സ്ത്രീകൾക്കൊക്കെ ചില ആൾക്കാർക്ക് എന്ത് വെച്ചാൽ വീട്ടിൽ ജോലി ഉണ്ടാവും, ചില പുരുഷന്മാർക്കും വീട്ടിൽ ജോലികൾ ഉണ്ടാവും. അപ്പം വട്ട് എവർ ഇറ്റ് ഈസ്, അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് യു ജസ്റ്റ് ബി ഹിയർ ആൻഡ് ദെൻ ലെറ്റ്സ് ടേക്ക് ദ ക്ലാസ്. ഓക്കെ, ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ നല്ല രീതിയിലേക്ക് ഇതിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സീരിയസ് ആയിട്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് റസിയ മാം, താങ്ക് യു സോ മച്ച് ഷിയാബ്, ആൻഡ് വി ഹാവ് ജെറി ജോർജ് സാർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. മെഡിറ്റേഷൻ ഈസ് എ പ്രാക്ടീസ് ഇൻ വിച്ച് one individual in which എന്താണ് ഒരു ഇൻഡിവിജ്വൽ ട്രെയിൻസ് ദ മൈൻഡ് ഓർ ഇൻഡ്യൂസസ് എ മോഡ് ഓഫ് കോൺഷ്യസ്നസ് ടു റിയലൈസ് സം ബെനിഫിറ്റ്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ പരിശീലിപ്പിക്കുന്ന, കോൺഷ്യസ്നെസ്സിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേക രീതിയിലേക്ക് മോഡിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്താ വെച്ചാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മൾ എന്താ വെച്ചാൽ മൈൻഡിനെ വെച്ചിട്ട് മൈൻഡിനെ പ്രാക്ടീസ് ചെയ്ത് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൈൻഡിന്റെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബെനിഫിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നല്ല രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നല്ല രീതിയിലേക്ക് അതിന്റെ മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രയാസം നമുക്ക് നമ്മളെ കീഴടക്കാനാണ്. ലോക രാജ്യങ്ങളെ പോലും കീഴടക്കാനല്ല, നമ്മളെ കീഴടക്കാനാണ്. അപ്പൊ നമുക്ക് നമ്മളെ കീഴടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയാം. നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഡിസിഷൻസ് എടുക്കുന്നത്, നമ്മളുടെ ഫീലിങ്സ് നമ്മളെ കൺട്രോൾ ചെയ്യാതെ, നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാതെ, വളരെ ലോജിക്കലായിട്ട് അല്ലെങ്കിൽ വളരെ റാഷണൽ ആയിട്ട് വളരെ നല്ല രീതിയിലേക്ക് നമുക്ക് നമ്മളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാവും. നമുക്ക് നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാവും. നമ്മൾ വിചാരിച്ച രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇങ്ങനെ നമ്മൾക്ക് പ്ലാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ലൈക്ക് ഇറ്റ് ഷുഡ് ബി ഇൻ അവർ കൺട്രോൾ. ഒരു കാറ് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ നമ്മളുടെ മനസ്സിനെ നമുക്ക് ഒരു കൺട്രോളിലേക്ക് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൺട്രോൾ ഫീൽ ചെയ്യല. യു കൻ നോട്ട് കൺട്രോൾ ദ മൈൻഡ്. മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അത് ഫീൽ ചെയ്യാനേ കഴിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്ന് വെച്ചാല് അതെങ്ങനെയാണ്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് അനാവശ്യമായ എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. അനാവശ്യമായ എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എപ്പോഴും അവെയർ ആയിരിക്കുന്ന ഒരവസ്ഥ, സെൽഫ് അവെയർ. എന്താണ് നടക്കുന്നത്, എനിക്കിപ്പോ ഒരു ദുഃഖം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുഃഖം ആണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ദുഃഖത്തിൽ മുങ്ങിപ്പോകാതെ, ദുഃഖത്തിൽ വിഷമിച്ചു പോയി അതിലിങ്ങനെ ചിന്തിച്ചു പോകുന്നതിന് പകരം ദുഃഖം ഒരു മൂന്നാം കണ്ണുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാണുകയാണ്, നമ്മളെ നിരീക്ഷിക്കുകയാണ്. ദുഃഖമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. പറഞ്ഞോ? അപ്പൊ നമുക്കെന്ന് വെച്ചാൽ നമ്മൾ നിരീക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിരീക്ഷിക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. ദുഃഖത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഈ ക്ലാസ് ഇപ്പൊ എന്താവും, ഈ ക്ലാസ്സിൽ ഇപ്പൊ എന്തൊക്കെ പഠിക്കും, ഇയാൾ ഇത് എന്തൊക്കെയാ പറയുന്നത്, അല്ലെങ്കിൽ ഇത് എത്ര നേരം ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇന്നൊരു ബോറടിയാണല്ലോ. പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുന്നുണ്ട്. രസമാണോ? ഈ ചിന്തകളുടെ എണ്ണം കുറയ്ക്കണം. അത് കുറയണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ് അതിന് നമ്മൾ എന്താ വെച്ചാല് ചിന്തകളുടെ എണ്ണം കുറയുന്ന രൂപത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൺട്രോൾ. ഇല്ലെങ്കിൽ ഇതെന്താ വെച്ചാൽ ഇതൊരു വിളറി പിടിച്ച ഒരു വാഹനം പോലെയാണ്.
നിയന്ത്രണം വിട്ട വാഹനം പോലെ, മതം പൊട്ടിയ ആനയെ പോലെ. വിളറി പിടിച്ചിട്ടുള്ള ഒരു എന്താ പറയാ കംപ്ലീറ്റ് നിയന്ത്രണം വിട്ട വാഹനം അവിടെ ചെന്നിടിക്കും, ഇവിടെ ചെന്നിടിക്കും, ആ വണ്ടിക്ക് ഇടിക്കും, ഈ വണ്ടിക്ക് ഇടിക്കും. ആകെ ഇടിച്ച് ആക്സിഡന്റ് ആണ്. ആകെ ഒച്ചയും ബഹളം കോലാഹലവും ആകെ പ്രശ്നങ്ങളാണ്. സ്ട്രെസ് വരും. സ്വർണം ഭയങ്കരമായിട്ട്. അപ്പൊ നമ്മളെന്ത് വെച്ചാല് ഇതിനെ നമ്മളെന്ത് വെച്ചാല് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ മോർണിംഗിൽ ചെയ്യുന്ന മെഡിറ്റേഷൻസ് മാത്രമല്ല, ലിവിങ് മെഡിറ്റേഷൻസ് ഉണ്ട്, വാക്കിംഗ് മെഡിറ്റേഷൻസ് ഉണ്ട്, ഈറ്റിംഗ് മെഡിറ്റേഷൻസ് ഉണ്ട്. യു ക്യാൻ ഓൾവേസ് ഡു മെഡിറ്റേഷൻ. ഒരു മെഡിറ്റേഷൻ, ലിവിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷനിൽ തന്നെ ജീവിക്കുക എന്നുള്ളതാണ്. അതിലെന്താ വെച്ചാൽ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൂട്ടിക്കൊണ്ടുവരിക. നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നിരീക്ഷണ മോഡിലിടുക. റിലാക്സ്ഡ് ആയിട്ട് ജസ്റ്റ് നിരീക്ഷണ മോഡിലിട്ടിട്ട് നമ്മളിങ്ങനെ ഒരു 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 ഞാനിപ്പം എന്താ ചിന്തിക്കുന്നത്, ഞാനിപ്പോ എവിടെയാ ഉള്ളത്, ആൻഡ് ദാറ്റ്സ് കോൾഡ് മൈൻഡ്ഫുൾനെസ്. മനസ്സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്ന് പറയും. ഈസ് ഇറ്റ് ഈസി? ഇറ്റ്സ് നോട്ട് ഈസി. പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്തു കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാല് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും. ആ സ്ട്രെസ് കുറഞ്ഞു വരികയും അതേപോലെ തന്നെ നമ്മുടെ ഫീലിങ്സ് ആവശ്യമില്ലാത്ത നമ്മൾ നമുക്ക് നിരീക്ഷിക്കാനുള്ള കഴിവ് കൂടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും അതെനിക്ക് ആവശ്യമില്ലാത്ത ചിന്തയാണ്. ക്യാൻസൽ പറയാ. ക്യാൻസൽ എന്ന് പറയാ ചെറിയ 2 വേർഡാണ്, ഭയങ്കര പവർഫുൾ ആണ്. ക്യാൻസൽ പറയും. പിന്നെന്താ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലത്? ചില ചിന്തകൾ വരും. ആ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പം അയ്യോ ചിന്ത വന്നല്ലോ എന്ന് വിചാരിച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്, വറീഡ് ആവാൻ ശ്രമിക്കരുത്, റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. മറിച്ച് എന്താ വേണ്ടത്? നിങ്ങൾ അവിടെ ചിന്തകൾ വരുന്ന സമയത്ത്, സംഗതികൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വല്ലാണ്ട് വിഷമിക്കുന്ന, അപ്പൊ അവിടെ നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഇറ്റ്സ് ഓക്കെ, ഞാൻ ആ ചിന്തയോട് ഫൊർഗീവ് ചെയ്യുന്നു. വെരി ഗുഡ്. നമുക്ക് ആവശ്യമില്ലാത്ത ചിന്ത വരുമ്പോൾ ഞാൻ ആ ചിന്തയോട് ഫൊർഗീവ് ചെയ്യുന്നു, ഞാൻ എന്നോട് ഫൊർഗീവ് ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. അത് വന്നങ്ങ് പൊയ്ക്കോളൂ. അതൊരു ചിന്തകൾ എന്താണ്? നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു വീടാണ്. ആ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് വന്നു പോകും. ആ ചിന്തകൾ അത് വന്നങ്ങ് പൊയ്ക്കോളൂ. ഇറ്റ്സ് ഓക്കെ. വേറെ ഏതെങ്കിലും ചിന്തകൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ചിന്തകളും എന്നെ സമാധാനിപ്പിക്കുന്നു, ശാന്തനാക്കുന്നു. ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരികയാണ്, നമ്മൾ ട്രിഗേർഡ് ആവുകയാണ്. എല്ലാ ശബ്ദങ്ങളും എന്നെ ശാന്തനാക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുമ്പോൾ ഒരു ലിവിങ് മെഡിറ്റേഷൻ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എല്ലായ്പ്പോഴും എന്താ വെച്ചാൽ അപ്പൊ ഇത് നമ്മൾ പരമാവധി പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കലാണ്, ശാന്തമായിട്ടിരിക്കലാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ചിന്തയിലേക്ക് മാത്രമാക്കിക്കൊണ്ട് ചിന്തകളെ കുറച്ച് കൊണ്ടുവന്ന് ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾക്ക് പോകുന്ന ഒരു കോൺഷ്യസ്നെസ് മാത്രം ബാക്കിയാകുന്ന ഒരു ചിന്തകളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കലാണ്. ചിന്തകളെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ അതിന് നമ്മൾ എന്താ വെച്ചാൽ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് ചിന്തകളെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോത്സാഹനമാണ്. അങ്ങനെ നമ്മൾ ചിന്തകളെ കുറച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാണ്? ചില നേട്ടങ്ങൾ നമുക്ക് നേടണം, ചില വളർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മളുടെ ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻസ്. മുജീബ് അത്തോളി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ റെക്കോർഡ് കിട്ടുമോ? മെഡിറ്റേഷൻ റെക്കോർഡ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഒരു റെക്കോർഡിന് നമുക്ക് എന്താ വെച്ചാൽ പ്രൈസ് വരുന്നുണ്ട്. 899 ആണ് അതിന്റെ ഫീ വരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ ബന്ധപ്പെടാം. ഓക്കെ, എനിവേ ഇനി നമ്മൾ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മളുടെ മെഡിറ്റേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഒരു ഗ്രൂപ്പായിട്ട് പങ്കെടുക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. ദർ ഈസ് സംതിങ് കോൾഡ് എനർജി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ മെഡിറ്റേഷൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഉപയോഗിക്കുക. ബട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എനർജി വേറെ തന്നെ ഉണ്ടാവും.
അപ്പോ ചിന്തകൾ കൊണ്ടുവരിക കുറേ. ദ പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഈസ് മെഡിറ്റേഷൻ. ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. നമ്മളുടെ മെഡിറ്റേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ചിന്തകളില്ലാത്ത മെഡിറ്റേഷൻസിലേക്ക് ചിന്തകളെ കുറച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സും ഉണ്ട്. ഇതിന് പുറമെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക എന്ന് പറയും. സക്സസിന് വേണ്ടിയിട്ടും വെൽത്തിന് വേണ്ടിയിട്ടും സമ്പത്തിന് വേണ്ടിയിട്ടും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ആരോഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കുറെ ലക്ഷ്യങ്ങളുണ്ട്. അതിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ, നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ. നോർമൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ നമ്മളുടെ ഒരു പരമാവധി ആ മനസ്സിന്റെ കൺട്രോള് നമുക്ക് കിട്ടുന്ന രൂപത്തിലേക്ക്, മനസ്സിനെ നമുക്ക് വിചാരിക്കുന്ന ഏത് കാര്യത്തിലേക്കും കിട്ടുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ, ഇമോഷൻസിനെ കുറച്ച് കൊണ്ടുവന്ന് ഫീലിങ്സിനെ കുറച്ച് കൊണ്ടുവന്ന് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത കൺട്രോൾ ഫീൽ ചെയ്യും. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയും, അവരുടെ പെരുമാറ്റം കൺട്രോൾ ചെയ്യാൻ കഴിയും, അവരുടെ സംസാരം കൺട്രോൾ ചെയ്യാൻ കഴിയും. എല്ലാം ഒരു കറക്റ്റായിട്ട് ശാന്തമായ അലൈൻഡ് ആയിട്ടുള്ള നല്ല രീതിയിലേക്ക് എത്താൻ പറ്റും. അതായത് ആ കൺട്രോൾ ഫീൽ ചെയ്യുക എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു കൺട്രോളാണ്, ഒരു ആത്മീയപരമായ കൺട്രോളാണ്, ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു കൺട്രോളാണ്. നമുക്കൊരു പിടുത്തം കിട്ടും, മാനസികമായിട്ട് നമുക്കൊരു പിടുത്തം കിട്ടും. നമുക്കൊരു ഒരു 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 ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു നമ്മുടെ കൈകൊണ്ട് പിടിക്കുന്ന പിടുത്തമല്ല, നിങ്ങളുടെ ഉള്ളുകൊണ്ട് യഥാർത്ഥ നിങ്ങളെ കൊണ്ട് നിങ്ങൾ പിടിക്കാൻ തുടങ്ങും, നിങ്ങളെ ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മളിൽ അധികം ആൾക്കാർ ഇപ്പോഴും നമ്മളെ ഫീൽ ചെയ്യുന്നില്ല. നമ്മളുടെ പെരുമാറ്റങ്ങളാണ് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മളെ അറിയാൻ, നമ്മളെ തൊട്ടറിയാൻ, നമ്മളെന്ന് പറയുന്ന എനർജിയെ തൊട്ടറിയാൻ, നമ്മളെന്ന് പറയുന്ന യഥാർത്ഥ നമ്മളിലേക്ക് നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് ഉള്ളിലേക്ക് പോകാൻ സഹായിക്കുന്ന ഗോ ഇൻവാർഡ് എന്നുള്ളതാ പറയും. നിങ്ങളുടെ ഉള്ളിലേക്ക് ചൊല്ലണം, നിങ്ങളെ തൊട്ടറിയാൻ. അത് തൊട്ടറിയുമ്പോൾ ഒരു പ്രകാശം ഫീൽ ചെയ്യും, ഒരു വല്ലാത്ത ഒരു എനർജി ഫീൽ ചെയ്യും, ഒരു വല്ലാത്ത പിടുത്തം ഫീൽ ചെയ്യും, വല്ലാത്തൊരു കൺട്രോൾ ഫീൽ ചെയ്യും. യു വിൽ ഫീൽ സംതിങ് ഇൻസൈഡ് യു. Now you are not feeling something inside you. Now you are feeling a lot of emotions inside you. ഇപ്പൊ നിങ്ങൾ ഒരുപാട് വികാരങ്ങളും ഫീലിങ്സുകളും സംഗതികളും ഇമോഷൻസും ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോട്ട് യു, ദാറ്റ് ഈസ്, മനസ്സിലാവട്ടെ, അത് യഥാർത്ഥ നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അതായത് നിങ്ങളുടെ ആത്മാവിനെ തൊട്ടറിയാൻ കഴിയുക, നിങ്ങളുടെ ഫീലിംഗ് യഥാർത്ഥ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ കഴിയുക. അതിന്റെ ഒരു വൈബ്രേഷണൽ എനർജി, നിങ്ങൾ എന്ന് പറയുന്നത് ഒരു വൈബ്രേഷണൽ എനർജി ഫീൽ ചെയ്യാനുണ്ട്. യു വിൽ ഫീൽ ദാറ്റ്. വെൻ യു ഫീൽ ദാറ്റ് യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്. അത് അനുഭവിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു കാര്യമുണ്ട്. അത് ഫീൽ ചെയ്ത് ടച്ച് ചെയ്യാൻ പറ്റി, അതിൽ ജീവിക്കാൻ പറ്റിയാൽ കഴിഞ്ഞാൽ, അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിഞ്ഞ് ചെല്ലാൻ പറ്റിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദെയർ, പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേറെ ഒന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് പിന്നെ വിഷമങ്ങളില്ല, നിങ്ങൾക്ക് പിന്നെ സങ്കടങ്ങളില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ആർ ഫീലിംഗ് എൻ അമേസിങ്. നിങ്ങളെ ചാനലൈസ് ചെയ്യപ്പെടും. ചാനലൈസ് എന്ന് പറഞ്ഞാൽ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കണക്ട് ചെയ്യപ്പെടും. അതായത് നിങ്ങൾക്കൊരു വല്ലാത്തൊരു ആത്മീയപരമായിട്ടുള്ള കണക്ഷൻ ഫീൽ ചെയ്യും, നിങ്ങൾക്കൊരു വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും. ആൻഡ് വെൻ ദാറ്റ് ഫീലിംഗ് ഈസ് ദെയർ, and that's when you have ultimate control. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗിലേക്ക് വരും. അത് വരുമ്പോൾ ജീവിതത്തിലെ പല പ്രതിസന്ധികളും സംഗതികളും ഒന്നും പ്രയാസമാവില്ല, നിങ്ങളെ ഇമോഷൻസ് ബാധിക്കില്ല, നിങ്ങൾ ഡൗൺ ആവില്ല, നിങ്ങൾ ദുഃഖിതനായിട്ടിരിക്കില്ല, നിങ്ങൾ വിഷമിച്ചിരിക്കില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെച്ചാല് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു എനർജി ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് കറക്റ്റായിട്ട് പറയാനുള്ള കറക്റ്റ് വാക്കുകൾ നിങ്ങൾക്ക് വരും. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജോലികളും ചെയ്യാനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത്, ഒരു ഇന്നർ കൺട്രോൾ നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ദാറ്റ് ഈസ് അമേസിങ്. വൺസ് അത് അറിഞ്ഞ ഒരാൾക്ക്, അത് ടേസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും അത് മറക്കാൻ കഴിയും. അപ്പോ ചില ആൾക്കാർ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് പറയാനുള്ളത്, ഗോ ആൻഡ് എക്സ്പ്ലോർ, കീപ് സീക്കിംഗ്, സീക്ക് യുവർ സെൽഫ്. നിങ്ങളെ അന്വേഷിക്കുക.
ആ നിങ്ങളുടെ ഇതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ അതിന് മെഡിറ്റേഷൻ നല്ല രീതിയിൽ സഹായിക്കും. സോ അത് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ അതിലേക്ക് നിങ്ങൾ എന്ത് വെച്ചാൽ ഫീൽ ചെയ്ത് ഇറങ്ങിച്ചെന്ന് യു ഷുഡ് ലുക്ക് ഇൻ ടു ഇറ്റ്. യു ഷുഡ് ലുക്ക് ഇൻ ടു ലൈക്ക് ഇറ്റ്സ് ലൈക്ക് യു ഹാവ് where am I, you have to search yourself and try to close your eyes and just go into meditation and look for, but don't try to control it. എവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു മോഡലല്ല. ബട്ട് യു ജസ്റ്റ് കീപ് ഓൺ ലുക്കിംഗ്. എങ്ങനെയാണ് ലുക്ക് ചെയ്യുക, എങ്ങനെയാണ് നോക്കുക, എങ്ങനെയാണ് ഫീൽ ചെയ്യുക, വളരെ ശാന്തനായിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ യു ഗോ ഇൻവാർഡ്, ലുക്ക് ഇൻവാർഡ്. മനസ്സിലാകുന്നുണ്ടോ? യു ഗോ ഇൻവാർഡ്, യു ലുക്ക് ഇൻവാർഡ്. നിങ്ങൾക്ക് ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. Then when that happens, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിത്തിങ് ഈസ് പോസിബിൾ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വല്ലാത്തൊരു എന്തും പോസിബിൾ ആണ്. ഒരു പേടിയോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയും, എല്ലാം കറക്റ്റായിട്ട് സംസാരിക്കാൻ കഴിയും, എല്ലാവരെയും കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും, എല്ലാ സാഹചര്യങ്ങളും മാനേജ് ചെയ്യാൻ കഴിയും. അത് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയി തുടങ്ങും. സോ ബെനിഫിറ്റ്സ് ഓഫ് മെഡിറ്റേഷൻ. മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഇൻക്രീസസ് ദ ക്ലാരിറ്റി ഓഫ് മൈൻഡ്. നിങ്ങളുടെ ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. നിങ്ങൾ ചിന്തിക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. വളരെ ക്ലാരിറ്റിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ക്ലട്ടേർഡ് ആയിട്ടുള്ള എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂഷനുള്ള, ഉള്ളിൽ ഇങ്ങനെ ഒരു മനസ്സിലൊരു വിഷമമുള്ള മനസ്സുണ്ടാവില്ല. വെരി ക്ലിയർ ആയിരിക്കും, വെരി നീറ്റ് ആയിരിക്കും. നീറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ക്ലട്ടേർഡ് ആയിരിക്കില്ല, ഫോഗി ആയിരിക്കില്ല, ഇങ്ങനെ ഒരു മങ്ങിയ ആ ഒരു ഇതായിരിക്കില്ല. വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്ന, നിങ്ങളുടെ ഉൾക്കണ്ണ് കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഏത് കാര്യം എടുക്കുകയാണെങ്കിലും ചിന്തിക്കുകയാണെങ്കിലും ആലോചിക്കുകയാണെങ്കിലും ക്ലിസ്റ്റർ ക്ലിയർ മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെ ചിന്തിക്കാൻ പറ്റും, ആലോചിക്കാൻ പറ്റും. ക്ലാരിറ്റി ഭയങ്കരമായിട്ട് വർദ്ധിക്കും. നെക്സ്റ്റ് എന്താണ്? റിമൂവ് ഇംപ്യൂരിറ്റീസ് ഓഫ് മൈൻഡ്. മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി, നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷനിൽ പ്രത്യേകിച്ച് മനസ്സിനുള്ളിലുള്ള ഒരുപാട് മാലിന്യങ്ങളുണ്ട്. മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ നശിപ്പിക്കുന്ന, നമ്മുടെ വിഷമത്തിലാക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ, നെഗറ്റീവ് ഇമോഷൻസ്, നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ, അസൂയ, വെറുപ്പ്, വിഷമം, ദുഃഖം, വല്ലാത്ത മനോവിഷമം, അതേപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ വെച്ചാല് ഇങ്ങനെയുള്ള പക, ഇങ്ങനെയുള്ള നെഗറ്റീവായ കുറേ കാര്യങ്ങളുണ്ട്, പേടി. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ മെഡിറ്റേഷൻ സഹായിക്കും. അത് ക്ലിയർ ചെയ്യുന്നതോടുകൂടി ശാന്തമായ, പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായ മനസ്സ് നമുക്ക് ലഭിക്കും. അടുത്ത എന്താണ്? ഇൻറ്റ്യൂഷൻ ആൻഡ് ഇന്നർ ഗൈഡൻസ്. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഇൻറ്റ്യൂഷൻ വർദ്ധിക്കാൻ തുടങ്ങും. ഇൻറ്റ്യൂഷൻ ആൻഡ് ഇന്നർ ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കറക്റ്റായ ശരിയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്നത് ശരിയാവും, നമ്മൾ ചിന്തിക്കുന്നത് ശരിയാവും, നമ്മുടെ തോന്നലുകൾ ശരിയായി തുടങ്ങും. വല്ലാത്ത ഒരു ഇന്നർ ഗൈഡൻസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഒരു ഇൻറ്റ്യൂഷനോട് കൂടി, അതായത് നമ്മളെ ഒരു ശക്തി നയിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കറക്റ്റ് ഉത്തരങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത് പോലെ ഫീൽ ചെയ്യും. ഇൻറ്റ്യൂഷൻ ആൻഡ് ഇന്നർ ഗൈഡൻസ്. അതിങ്ങനെയാണ്, അതിങ്ങനെയാണ്, അവിടേക്ക് പോകണ്ട, ഇവിടേക്ക് പോകണ്ട, ഇങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ ചെയ്യേണ്ട. ഉള്ളിൽ നിന്നൊരു തോന്നലുകൾ വല്ലാണ്ട് വരാൻ തുടങ്ങും. ആ തോന്നലുകൾ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ട് മാറും. പലപ്പോഴും ഈ പ്രിമോണിഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതായത് നമ്മൾക്ക് പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി നമുക്ക് തോന്നുക, അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന സംഭവിക്കുമെന്ന് തോന്നുക. അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ അങ്ങോട്ട് പോകണ്ട, ഉടനെ ഒരു തീരുമാനം വരികയാണ് നമ്മുടെ ഉള്ളിൽ. അപ്പൊ നമുക്ക് അവിടെ ക്ലിയർ ആയി, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ അത് ഇന്നാളടുത്ത് പോയിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാം. അവിടെ പോയിട്ട് എന്ന് വെച്ചാൽ നമ്മളത് പറയുന്നത് കറക്റ്റ് ആവും. നമ്മുടെ ഉള്ളിലുള്ള തോന്നലുകൾ പലതും ശരിയായി വരും. അല്ലെങ്കിൽ അയാളിപ്പം പല സംഗതികളും മുൻകൂട്ടി മനസ്സിന് കാണാൻ കഴിയുന്ന കഴിവെന്ന് പറയും. പല കാര്യങ്ങളും പ്രിമോണിഷൻസ്. അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ഈ ഒരു എനർജി ബീയിങ്ങിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്
നമ്മുടെ ഫിസിക്കൽ ബോഡിയെ പോലെയല്ല. വി ക്യാൻ ട്രാവൽ. അപ്പൊ അത് എന്താ വെച്ചാല് പലതും നമുക്ക്, നിങ്ങൾ ആരെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന മൂവി. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന മൂവിയിൽ അത് ഭയങ്കര ഹൊറിഫിക് ആയിട്ടുള്ള മൂവിയാണ്. ദാറ്റ് മീൻസ് ലൈക്ക് ഇറ്റ്സ് വെരി ട്രോമാറ്റിക് മൂവി. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡ്യൂഷൻസിന്റെ ഇത് കാണിക്കുന്നു. അപ്പൊ എന്നതുപോലെ എന്താ വെച്ചാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവിയാണ് കേട്ടോ. അതെല്ലാവരും കാണാൻ, വീക്ക് ആയിട്ടുള്ള മൈൻഡിലുള്ള ആൾക്കാർ കാണരുത്. ഇറ്റ്സ് വെരി ഹൈലി ഗ്രാഫിക് ആണ്. പക്ഷെ അതിൽ ഇൻഡ്യൂഷൻസിന്റെ സംഗതികളെ പറ്റി പറയുന്നു. അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമുക്ക് ചില ആൾക്കാർക്ക് തോന്നാറുണ്ടല്ലോ, അവരിപ്പോ എന്നെ വിളിക്കും എന്ന് വിചാരിക്കുമ്പോൾ അവർ വിളിക്കുന്ന കാണാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആ വ്യക്തി വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കാണുക. ഇങ്ങനെയുള്ള പല സംഗതികളും മനസ്സിലാവുന്നുണ്ടോ? ഈ സംഗതികള് ടെലിപ്പതി എന്ന് പറയും. ഇതൊക്കെ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും, കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. വേറൊരാള് വിഷമത്തിലാണെന്ന് നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യാൻ തോന്നും. അവരെ വിളിക്കുമ്പോൾ അവർ വിഷമത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് നമ്മളെ പറ്റി ഓർക്കുന്ന, ഇങ്ങനെയുള്ള പല സംഗതികൾ. സോ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഹാപ്പൻസ്. ഇത് എന്താ വെച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു എനർജി ബോഡിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ഫിസിക്കൽ ബോഡി അല്ല, എനർജി ബോഡി. ആ എനർജി ബോഡിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസും സംഗതികളും പവറൊക്കെ നമ്മുടേത് കൂടി വരും. നമ്മളിൽ അധികം ആൾക്കാരും എനർജി ബോഡിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എനർജി ബോഡിയിലാണ് ജീവിക്കാൻ. ഇവിടെ സാധാരണക്കാരുടെ ജീവിതം അധികവും അങ്ങനെയാണ്. നമ്മൾ എന്താ വെച്ചാൽ മെഡിറ്റേഷൻ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മുടെ കഴിവുകൾ, അതായത് ഇന്റലിജൻസിന്റെ പവർ കൂടുകയാണ്. നമ്മുടെ ബുദ്ധി അപാരമായിട്ട് ഷാർപ്പൻ ആവുകയാണ്. അപാരമായിട്ടുള്ള ബുദ്ധിയുടെ അപാരമായിട്ടുള്ള കഴിവുകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. കറക്റ്റായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് കൂടി വരികയാണ്. ശരിയായ ചിന്തകൾ, ശരിയായ കാര്യങ്ങൾ ചിന്തിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും വളരെ ക്ലാരിറ്റി ഓഫ് മൈൻഡ്, നല്ല ക്ലാരിറ്റിയോട് കൂടി തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കേപ്പബിൾ ആയിട്ട് വരികയാണ്. സോ ഇൻഡ്യൂഷൻ, ഇന്നർ ഗൈഡൻസ്, ഇമ്പ്യൂരിറ്റീസ് ഓഫ് മൈൻഡ്. നെക്സ്റ്റ് എന്താണ്? കണക്ട് ടു യൂണിവേഴ്സൽ മൈൻഡ്. നമ്മുടെ യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആവുന്നു. കണക്ട് ടു യൂണിവേഴ്സൽ മൈൻഡ്. യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ കണക്റ്റഡ് ആവുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞു വെച്ചാല് നമുക്ക് മറ്റൊരു ശക്തിയോട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രപഞ്ചത്തിലുള്ള, നമ്മളൊക്കെ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ചില ആൾക്കാർ എന്താ വെച്ചാല് വൈബ്രേഷൻ എന്ന് വിളിക്കുന്ന, ചില ആൾക്കാർ എന്താ വെച്ചാല് ദൈവം എന്ന് വിളിക്കുന്ന, ചിലർക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചനാഥൻ, പ്രപഞ്ച ശക്തി എന്ന് വിളിക്കുന്ന, പ്രകൃതി എന്ന് വിളിക്കുന്ന, there is a universal mind. ശാസ്ത്രം പറയുന്നത്, ക്വാണ്ടം ഫിസിക്സിലൊക്കെ പറയുന്നത് എന്താ വെച്ചാല് നമുക്കെന്താ വെച്ചാല് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ മൈൻഡ്, എല്ലാവരുടെ മൈൻഡും എന്താ വെച്ചാൽ ഈ എൻറ്റയർ യൂണിവേഴ്സിന് ദർ ഇസ് എന്താ പറയാ, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് എ വെബ് നെറ്റ്വർക്ക്. നമ്മൾ ഇന്റർനെറ്റ് കണക്റ്റഡ് ആണെന്ന് പറയുന്നത് പോലെ നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആണെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ട്. ആ യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആകാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. വെൻ വി ആർ കണക്ടിങ്, അത് ആ രൂപത്തിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതോടുകൂടി അതിന്റെ ലോഡ് ഓഫ് ബെനിഫിറ്റ്സ് ഫോർ ദാറ്റ്. ഡൗൺലോഡ് ദ വിസ്ഡം. അങ്ങനെ കണക്റ്റഡ് ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ബുദ്ധിപരമായിട്ടുള്ള നല്ല ഐഡിയാസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നല്ല നോളജ് നമുക്ക് വരും, നല്ല ചിന്തകൾ നമുക്ക് വരും, നല്ല അറിവുകൾ നമുക്ക് വരും. പീസ് ആൻഡ് ജോയ്, വല്ലാത്ത സന്തോഷവും സമാധാനവും നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ നമുക്കെന്ത് വെച്ചാൽ നമ്മളെ ഹീല് ചെയ്യാൻ പറ്റും. നമ്മുടെ അസുഖങ്ങൾ നമുക്ക് ഹീലായി കിട്ടും. ഒരുപാട് അസുഖങ്ങൾ മാറുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ സംഭവിക്കാറുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീല് ചെയ്യാൻ നമ്മുടെ മെഡിറ്റേഷൻസ് നമ്മളെ സഹായിക്കും. കാരണം പലപ്പോഴും എല്ലാ അസുഖങ്ങളുടെയും മൂലകാരണം സ്ട്രെസ് ആണെന്നാണ് പറയുന്നത്. ആ സ്ട്രെസ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മളിൽ നിന്ന് സ്ട്രെസ് ഇല്ലാണ്ടായി പോയിട്ട് നമുക്ക് നല്ല രീതിയിലേക്ക് ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? ലീഡ് ടു എൻലൈറ്റ്മെന്റ്. നമ്മളെ വല്ലാണ്ട് നമുക്ക് എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, വലിയൊരു അറിവിലേക്ക്,
അത്രയും ഡെപ്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ജ്ഞാനോദയം സംഭവിക്കും. അതായത് അവർക്കെല്ലാം സത്യം ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള എത്രയോ ആൾക്കാർ. അപ്പൊ അത്തരത്തിലുള്ള സംഗതിയിലേക്ക് എത്താൻ സഹായിക്കുന്ന സംഗതി കൂടിയാണ്. ആൻഡ് റിവേഴ്സ് ബയോളജിക്കൽ ഏജിങ് ഇൻ ഇംഗ്ലീഷ് ലോഞ്ചിങ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബയോളജിക്കൽ ഏജിങ് റിവേഴ്സ് ആകുന്നത്. അപ്പൊ നമ്മുടെ പ്രായം കുറയുന്നത് പോലെ നമുക്കെന്ത് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ചുറുചുറുക്കായി നല്ല രീതിയിലേക്ക് എന്ത് വെച്ചാൽ ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് അനദർ വൺ. ആൻഡ് ഹീലിംഗ് വിത്ത് മെഡിറ്റേഷൻ. മെഡിറ്റേഷന്റെ ഒരു ഹീലിംഗ് പവർ എന്തൊക്കെയാണ്? അസുഖങ്ങൾ എന്തെല്ലാം അസുഖം? നമ്മുടെ ബ്ലഡ് പ്രഷർ BP ഉണ്ടെങ്കിൽ അത് കുറയും. അതേപോലെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു വരും. ഓക്കെ. ഇൻസോംനിയ, ഉറക്കം നഷ്ടപ്പെടുന്ന പ്രശ്നം, ഉറക്കം ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ട് എങ്കിൽ അത് നമുക്ക് എന്താ വെച്ചാൽ ക്ലിയർ ആയി വരും. തലേ ദിവസം രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പൊ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങുന്നതിന് മുൻപ് മെഡിറ്റേഷൻ ചെയ്യുക. അതേപോലെ രാവിലെ എണീറ്റിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. ഉറങ്ങുന്നതിന് മുൻപ് മെഡിറ്റേഷൻ ചെയ്തിട്ട് അങ്ങ് കിടന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് അങ്ങ് ഉറങ്ങിപ്പോകും. ഡെപ്തിലുള്ള സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടും. ഡിസ്റ്റർബ്ഡ് അല്ലാതെ സ്ലീപ്പിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ദെൻ യു വിൽ സ്ലീപ്പ് വെരി ഈസിലി. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. നെക്സ്റ്റ് എന്താണ്? ഡ്രിങ്കിങ് ആൻഡ് ഡ്രഗ് അബ്യൂസ്. നമുക്ക് മയക്കുമരുന്ന്, ഈ പറഞ്ഞിരിക്കുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗമോ അല്ലെങ്കിൽ മദ്യപാനമോ അതല്ലെങ്കിൽ മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ, അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ പോകുന്നത് നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് വിഷമം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള പെട്ടെന്ന് സുഖങ്ങൾ കിട്ടുന്ന, പെട്ടെന്ന് രസം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ മൈൻഡ് പോകുന്നു. കാരണം നമ്മുടെ വിഷമമുള്ള മനസ്സിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനുള്ള താല്പര്യമാണ്. അപ്പൊ ആ ഒളിച്ചോടാനുള്ള താല്പര്യം കൊണ്ടാണ് അത് അങ്ങനെ പോകുന്നത്. അപ്പൊ അത് പിന്നെ പോയി അഡിക്ഷൻ ആവും. അപ്പൊ അത്തരത്തിലുള്ള അഡിക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിലെ വിഷമം ക്ലിയർ ചെയ്താൽ മതി. മനസ്സിലെ വിഷമം ക്ലിയർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പിന്നെ വേണ്ട, മനസ്സിന് ഒരു കൺട്രോളും കൂടെ വരും. നല്ല ക്ലാരിറ്റി ഓഫ് തിങ്കിങ് വരും. നമുക്ക് തന്നെ നമ്മളോട് ചോദിക്കാൻ പറ്റും, ഞാനിത് ചെയ്യണോ വേണ്ടിയോ? അപ്പൊ തന്നെ നമുക്ക് വേണ്ട എന്നുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ റിവേഴ്സ് ബയോളജിക്കൽ ഏജിങ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ മെഡിറ്റേഷനിലൂടെ നമുക്ക് എന്താ വെച്ചാൽ സ്ട്രെസ് വല്ലാണ്ട് കുറയും. ആങ്സൈറ്റി ഉണ്ടെങ്കിൽ വല്ലാണ്ട് ഭയം ഉണ്ടാവും ചില ആൾക്കാർക്ക്. എന്താണ് പേടി എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. അപ്പൊ അതെല്ലാം നമുക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് അത് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അതിന്റെ സ്ട്രെസ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി കുറഞ്ഞു വരും. നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. ചില ഡിപ്രഷൻ ഉണ്ടാവും. ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ജെനുവിൻ ആയിട്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മെഡിറ്റേഷനിലൂടെ, നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലേക്ക് ആ ഒരു ഡിപ്രഷനൊക്കെ മറികടക്കാനുള്ള ഒരു കൺട്രോൾ നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ആങ്കർ ആണ്. ദേഷ്യം അല്ലാണ്ട് കുറയും. മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യാണ്, ഗ്രാറ്റിറ്റ്യൂഡ് അതിൽ മെഡിറ്റേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്, നോ ഡൗട്ട് അദ്ദേഹത്തിന് പിന്നെ ദേഷ്യം എന്ന് പറയുന്നതിന് സ്പേസ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ദേഷ്യത്തിന് സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ നല്ല രീതിയിലേക്ക് ദേഷ്യം കുറയും. പിന്നെന്താണ്? ഫ്രസ്ട്രേഷൻ, വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്ത ഇറിറ്റേഷൻ വരും. ഇതിനും ചെറുതിനൊക്കെ പിടിച്ചതിനൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യം പിടിക്കുന്ന അവസ്ഥ. നമുക്ക് വല്ലാത്തൊരു ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ. എന്താണെന്നറിയില്ല, ഒരു ഉള്ളിൽ നിന്നൊരു ബേജാറ്, ഉള്ളിൽ നിന്നൊരു വിഷമം, ഉള്ളിൽ നിന്നൊരു ഇറിറ്റേഷൻ, ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരവസ്ഥ. അങ്ങനെ നിൽക്കുന്ന സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കുറഞ്ഞ് കാം ഡൗൺ ആയി ക്ലിയർ ആയി നല്ല രീതിയിലേക്ക് വരും. അപ്പോ നമ്മൾ ഇത് എങ്ങനെയാണ് ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ചെയ്യുന്നത് ഒരു 4 സ്റ്റേറ്റ് ഉണ്ട് മനസ്സിന് 4 സ്റ്റേറ്റ് ഉണ്ട്. ഈ 4 സ്റ്റേറ്റ് ആണ് നമ്മളുടെ മനസ്സിന് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ 4 സ്റ്റേറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ മൈൻഡ് കൂടുതൽ ഡീപ്പ് റിലാക്സേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ബ്രെയിൻ വേവ് സ്റ്റേറ്റിന്റെ ഫ്രീക്വൻസി ഉണ്ട്. നമ്മളെ ചിന്തകൾ എത്രയാണ് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത്, അതിനനുസരിച്ചാണ് നമ്മളുടെ മൈൻഡിൽ ഒരുപാട് ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് മെഡിറ്റേഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ശാന്തമല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ കാമല്ല. നമ്മുടെ മൈൻഡിനെ നമുക്ക്
ചിന്തകൾ കുറച്ചു കൊണ്ടുവന്നതിലൂടെ മാത്രമാണ് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴുണ്ടാകുന്ന കുറെ ബെനിഫിറ്റ്സുകളുണ്ട്. അപ്പോ ബ്രെയിൻ വേവ്സിന്റെ ഒരു ഫ്രീക്വൻസിന്റെ എണ്ണമുണ്ട്. കോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. കോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. ബീറ്റ സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. നമ്മൾക്ക് രണ്ട് മൈൻഡ് ഉണ്ട്, ഒന്ന് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന, ആ സബ് കോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ ഓപ്പൺ അപ്പ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ആക്കി നിർത്തുന്ന ഒരവസ്ഥ. അതായത് ചിന്തകൾ കുറയ്ക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും? ആക്ടിവേറ്റഡ് ആവും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ചിന്തകളുള്ള, ഒരുപാട് ചിന്തകൾ, നമുക്കിപ്പോ ബീറ്റാസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് 14 മുതൽ 35 സൈക്കിൾ പെർ സെക്കൻഡിൽ ബ്രെയിൻ വേവ്സ് പാസ് ചെയ്യുന്ന ഒരു അളവുണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു എന്താ പറയുക, അത് 14 മുതൽ 35 വരെ അത്രയും ഒരു അളവില് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തകൾ കടന്നു പോകുമ്പോൾ, ഫ്രീക്വൻസി ചിന്തകളുടെ ആ ഒരു ഫ്രീക്വൻസി കണ്ടിന്യൂസ് ആയിട്ട് ബ്രെയിൻ വേവ്സ് രൂപത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ബീറ്റ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ആ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ബോധ മനസ്സാണ് നമ്മൾ ഇരിക്കുന്ന അവസ്ഥ. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നോർമലി ഇരിക്കുന്ന അവസ്ഥയൊക്കെ ഈ ഒരു സംഗതിയാണ്. പൊതുവെ 80% ഡേ ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു അവസ്ഥയിലാണ്. അധികം ആൾക്കാരും ഈ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇതൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് അല്ല, ഇതൊരു സാധാരണ നമ്മളുള്ള അവസ്ഥയാണ്. അടുത്തതെന്ന് പറയുന്നത്, അവിടെ കോൺഷ്യസ് മൈൻഡ് ആണ് ആക്ടിവേറ്റഡ് ആവുന്നത്. അടുത്ത ആൽഫ സ്റ്റേറ്റ് എന്ന് പറയും. അവിടെ ബ്രെയിൻ വേവ്സിന്റെ ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്ന അളവ് കുറവാണ്. 7 to 14 ആണ്. ആദ്യത്തെ 14 to 35 ആണ്. 7 മുതൽ 14 ആണ് പറയുന്നത് ആ അളവ്. ആ ചിന്തകളുടെ എണ്ണം കുറയുന്നു. അതിനർത്ഥം 14 ചിന്തകൾ എന്നല്ല കേട്ടോ, അത് ബ്രെയിൻ വേവ്സ് കടന്നു പോകുന്ന ഒരു അളവുണ്ട്. ഓക്കെ, ആ അളവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതി പറഞ്ഞാൽ ഞാൻ അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. അപ്പോ എന്തായാലും ആൽഫ സ്റ്റേറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആകുന്ന ഒരു സ്റ്റേജ് ആണത്. കോൺഷ്യസ് മൈൻഡ് കുറച്ച് ഡൗൺ ആയിരിക്കും, സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ചുകൂടെ അപ്പ് ആയിരിക്കും, ഓപ്പൺ അപ്പ് ആയിരിക്കും. ആൽഫ സ്റ്റേറ്റ് എന്നാണ് അതിന് വിളിക്കുക. ആ സമയത്ത് ചിന്തകൾ കുറവാണ്. ആ സമയത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ ആ സമയത്ത് മനസ്സിലേക്ക് നമ്മൾ കമാൻഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനുള്ളിലേക്ക് എന്താ വെച്ചാൽ നല്ല ചിന്തകൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആവും. സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ സ്റ്റോർ ആവുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമുക്ക് സംഭവിക്കണം, സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? അടുത്തതെന്ന് പറയുന്നത് ഇതിന്റെയും കൂടെ കുറച്ചുകൂടെ 2 സ്റ്റേറ്റുകളുണ്ട്. അതായത് തീറ്റ എന്ന് പറയും, സൂപ്പർ കോൺഷ്യസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്. അവിടെ ചിന്തകൾ വീണ്ടും കുറവാണ്, 4 മുതൽ 7 ആണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ എന്താ വെച്ചാല് സൂപ്പർ കോൺഷ്യസ് എന്ന് പറയും, കുറച്ചുകൂടെ ഇതിലേറെ ഡെപ്തിലേക്ക് പോകുന്നതാണ്. നമ്മൾ കുറച്ചുകൂടെ എന്താണ് ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് ചാനലൈസ് ചെയ്യാണ്. അടുത്തത് കോസ്മിക് കോൺഷ്യസ് എന്ന് പറയും. ശരിക്കും ചാനലൈസേഷൻ പൂർത്തിയാകുന്ന സ്റ്റേജ് ആണ്, നമ്മൾ ശരിക്കും കണക്റ്റഡ് ആകുന്ന സ്റ്റേജ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. 1 to 4 സൈക്കിൾ പെർ സെക്കൻഡ്. ഈ 2 ഇതിലേക്കും എത്തണം എന്നുണ്ടെങ്കിൽ അത്രയും ഡെപ്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങി മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് ആക്സസ് ആവുള്ളൂ. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ആൽഫ സ്റ്റേറ്റിലേക്ക് പോകുന്നത് നമ്മൾ ഈ ഒരു മെഡിറ്റേഷനിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആൽഫ മ്യൂസിക് എന്ന് പറയുന്ന മ്യൂസിക് ആണത് ആൽഫ സ്റ്റേറ്റിലേക്ക്. അതായത് സബ്ലിമിനൽ മെസ്സേജിങ് നമ്മൾക്ക് കടത്തിവിടാൻ പറ്റുന്നത്, അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെ കടത്തിവിടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെത്തേഡ്. ഓക്കെ, സോ ഇതെന്താ വെച്ചാൽ ഇതിന്റെ ഒരു സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ സ്പീഡാണ് തീരുമാനിക്കുന്നത്. 14 മുതൽ 35 സൈക്കിൾ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സംഗതി എന്ന് വെച്ചാൽ ബ്രെയിൻ വേവ്സ് പാസ് ചെയ്യുന്ന സ്പീഡാണ്. എത്ര സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തകൾ വരുന്നുണ്ട്. അപ്പോൾ ചിന്തകളുടെ ആ ഒരു സ്പീഡിനനുസരിച്ച് എന്താ വെച്ചാൽ അത് കുറയ്ക്കുക എന്നുള്ളതാണ്. അളവ് കുറയ്ക്കുക, അതിന്റെ സ്പീഡ് കുറയ്ക്കുക. കംപ്ലീറ്റ്ലി ബ്രെയിൻ വേവ് സിഗ്നൽസ് എന്താ വെച്ചാൽ ഒരു ന്യൂറോളജിക്കൽ പോയിന്റിൽ നിന്ന് അടുത്ത ന്യൂറോളജിക്കൽ പോയിന്റിൽ നമ്മൾ ഒരു ചിന്ത കടക്കുമ്പോൾ, ഒരു ചിന്ത നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ബ്രെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്പാർക്ക് അടിക്കുന്നുണ്ട്. ഈ സ്പാർക്ക് അടിക്കുന്ന ഇതിന്റെ ഒരു സ്പീഡ് ഉണ്ട്, ഇത് പാസ് ചെയ്ത് പോകുന്നതിന് സ്പീഡ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്പീഡ് കുറയുക, ചിന്തകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് കാം ഡൗൺ ആയി ക്ലിയർ ആയിട്ട് വരുമ്പോഴാണ്.
അപ്പൊ അത് നമ്മളുടെ മൈൻഡിനെ കാം ഡൗൺ ആക്കി നല്ല രീതിയിലേക്ക് റിലാക്സ് ആക്കി കൊണ്ടുവന്നിട്ട് മൈൻഡിന്റെ ക്ലാരിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സും കൂടിയാണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ മെഡിറ്റേഷന്റെ ഒരു സ്റ്റെപ്സ് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ വെച്ചാൽ മെഡിറ്റേഷനിൽ നമ്മുടെ ഈ ഒരു മൈൻഡ് പവർ കോഴ്സ് ഉണ്ട്. മൈൻഡ് പവർ കോഴ്സിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഡെപ്തിൽ നമുക്ക് എന്താ വെച്ചാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താ വെച്ചാൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഡെപ്തിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുന്ന രീതി, എങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മളുടെ മൈൻഡ് പവർ കോഴ്സിൽ വരുന്നുണ്ട്. മൈൻഡ് പവർ കോഴ്സ്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മൈൻഡ് പവർ എന്ന് പറയുന്ന കോഴ്സിൽ 5-ാം തീയതി മുതൽ നമ്മൾ എന്താ വെച്ചാൽ അത് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ആ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ആ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡെപ്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അതിൽ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത്, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് അതിലൂടെ പഠിപ്പിച്ചു തരാൻ പറ്റും. ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ മെഡിറ്റേഷനിൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ചെയറിലാണ് ഇരിക്കേണ്ടത്. ചെയറിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെയറിന്റെയും നിങ്ങളുടെ ബാക്കിലും ഭാഗത്തും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ആ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞ് നിങ്ങളുടെ നെട്ടല് നിവർന്നാണ് ഇരിക്കേണ്ടത്. കൈകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മണ്ഡലമുദ്ര എന്ന് പറയുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഇറ്റ്സ് അപ് ടു യു. ഓരോ മുദ്രയ്ക്കും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ. അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഗതി വെച്ചാൽ മണ്ഡലമുദ്ര എന്നുള്ള രീതിയിലാണ്. ഇതാണ് ഒരു പൊസിഷൻ. കാൽവെള്ള തറയിൽ മുട്ടുന്ന രൂപത്തിൽ ചെയറിലേക്ക് ഇരുന്നിട്ട് ബാക്ക് ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഇരിക്കുക. ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. ഇത് മറ്റൊരു മെത്തേഡാണ്. അപ്പം ഇതാണ്. ഇനി ബാക്ക് പെയിൻ ഉള്ള ആൾക്കാരുണ്ട് എങ്കിൽ അവിടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പില്ലോ വെച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. സോ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇരിക്കേണ്ട പൊസിഷൻ ഇതാണ്. ഇതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കതെല്ലാം ഡിസ്കസ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരും എന്ത് ചെയ്യണം, പല ടൈപ്പിൽ മെഡിറ്റേഷനിൽ ഇരിക്കാട്ടോ. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ചെയറിൽ ഇരുന്നിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും അവസാനം കാണുന്നത്. ഫുൾ ലോട്ടസ് എന്ന് പറയുന്ന ഇരുത്തമുണ്ട്, ഹാഫ് ലോട്ടസ് ഉണ്ട്, ബർമീസ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്, സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു മെഡിറ്റേഷൻ മെത്തേഡ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റ് ഈ രൂപത്തിൽ ചെയറിൽ ഇരുന്നു കൊണ്ടുള്ള മെഡിറ്റേഷൻ ആണ്. അപ്പോ നിങ്ങൾക്ക് ഏതാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ആപ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കാം. ദാറ്റ്സ് ഓക്കെ. കിടന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. നിങ്ങൾ എങ്ങനെയും ചെയ്യാം. പക്ഷേ കാരണം യോഗ ഒക്കെ ചെയ്യുമ്പോൾ കിടന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. യോഗ ചെയ്തിട്ടുള്ള ആൾക്കാർ പിന്നീട് അവസാനം ആ ഒരു കിടന്നിട്ട് റിലാക്സ് ചെയ്ത് കിടന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയുണ്ട്. ആൻഡ് ദാറ്റ്സ് ആൾസോ ഓക്കെ. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ ചില ആൾക്കാർ ആ സമയത്ത് എന്തെങ്കിലും ഉറങ്ങിപ്പോകാൻ സാധ്യത. അപ്പൊ അത് നമ്മൾ എന്താ വെച്ചാൽ നമുക്കൊരു ഗൈഡഡ് മെഡിറ്റേഷനിൽ ഒരു എന്താ പറയുക, ഒരു യോഗിയുടെ അണ്ടറിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് ചെയ്യുമ്പോൾ യോഗി നമ്മൾ ഉറങ്ങാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അവെയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു ഹെൽപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും. സോ എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ ചെയറിൽ ഇരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയറിൽ ഇരുന്നിട്ട് ചെയ്യുക, കാൽവെള്ളം തറയിൽ മുട്ടുന്ന രൂപത്തിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റ് പോസ്റ്റിൽ ഇരിക്കുക, നെട്ടല് നിവർന്നിരിക്കുക, ഒരിക്കലും വളഞ്ഞിരിക്കരുത്. നിങ്ങളുടെ നെട്ടൽ ഒരിക്കലും വളഞ്ഞിരിക്കരുത് ഈ രൂപത്തിൽ. അത് ഇൻകറക്റ്റ് പോസ്റ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ നെട്ടല് നിവർന്നിരിക്കും. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് കേട്ടോ. മണ്ഡല മുദ്ര എന്ന് പറയുന്നത് ഈ മുദ്രയാണ്. ഈ രൂപത്തിൽ എന്താ വെച്ചാൽ കൈകൾ വെക്കാം, കൈകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, മടിയിൽ വെക്കാം, മടിയിൽ വെച്ചിട്ട് ഇരിക്കാവുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഒരുപാട് സ്റ്റെപ്സുകളുണ്ട്. ആ സ്റ്റെപ്സുകളും കാര്യങ്ങളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അതിൽ ഒരുപാടെണ്ണം ഉണ്ട്. നമ്മളുടെ ഇന്റൻഷൻ ക്ലിയർ ആക്കണം, നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ മണ്ഡലമുദ്രയിൽ നിങ്ങൾ കൈകൾ വെക്കുക, കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ ഓരോ ബ്രീത്തും നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. അപ്പൊ അത് ആ കൗണ്ട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ കൗണ്ട് ചെയ്യണം. ഏറ്റവും മിനിമം 4 പ്രാവശ്യം, 4 വരെ കൗണ്ട് ചെയ്യുക. ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് 6 വരെ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മനസ്സിൽ ഇങ്ങനെ ഒരു അൺകോൺഷ്യസ് ലെവലിലുള്ള കൗണ്ടിങ് ആണ്. പിന്നെ ഡീപ് ബ്രീത്ത് എടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ, ഡീപ് ബ്രീത്ത് എടുക്കണം. ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂക്കിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യുക,
അതേപോലെ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസേഷൻ കൊടുക്കണം. ഏത് ടൈപ്പ് കളറിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ശുദ്ധീകരിക്കുന്നതായിട്ട്, നമ്മൾ എടുക്കുന്ന ശ്വാസം ശുദ്ധീകരിക്കുന്നതായിട്ട് നമ്മൾ ബ്രീത്തിങ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരണം. ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്സുകൾ, സംഗതികൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിനെക്കുറിച്ച് ഡെപ്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം മതിയാവില്ല. ഓക്കെ, അപ്പൊ ഞാനിപ്പം അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മതിയാവില്ല. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളുടെ അടുത്ത പ്രോഗ്രാം വരുന്നുണ്ടല്ലോ, ഈ മൈൻഡ് പവർ ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളുടെ ലൈഫിലുള്ള അസുഖങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ഡിപ്രഷൻ, ഈ സംഗതികളെല്ലാം മാറ്റാം. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ഹെൽത്ത്, നല്ല സമ്പത്ത്, നല്ല വരുമാനം, നല്ല ജോലികൾ, നല്ല അവസരങ്ങൾ, ഇതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള അറിവുകൾ സമ്പാദിക്കാം. എന്നിട്ട് എന്താ വെച്ചാൽ ഈ ഒരു മെഡിറ്റേഷൻ എങ്ങനെയാണ് റൈറ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഡെപ്തിൽ പഠിക്കാനും പറ്റും. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ബെനിഫിറ്റ്സുകൾ മുഴുവൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അതായത് നിങ്ങൾക്ക് കൂടുതൽ എന്താ വെച്ചാൽ ക്ലാരിറ്റിയുള്ള, കൂടുതൽ കൺട്രോൾ ഉള്ള ആ ഒരു നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ നമുക്ക് കിട്ടണം. നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ കിട്ടണം. ഒരു അൺകോൺഷ്യസ് കൺട്രോൾ ഉണ്ട്, ആ കൺട്രോൾ കിട്ടണം. ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയും, പ്യുവർ ഡിസിപ്ലിൻ. ആ പ്യുവർ ഡിസിപ്ലിൻ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടണം. നമുക്ക് എത്ര അറിവുണ്ടായിട്ട് കാര്യമില്ല, എത്ര മെത്തേഡുകളോ സംഗതികളോ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടേണ്ട ഒരു സംഗതി. യു ഹാവ് ടു ഗെറ്റ് ഇറ്റ്. പക്ഷെ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ആ കോഴ്സിൽ. ഫസ്റ്റ് വരുന്നത് എന്താ വെച്ചാൽ തന്നെ ആദ്യം തന്നെ മൈൻഡ് എന്താണ്, എങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ കുറിച്ച് അറിയണം. ഏത് തരത്തിലുള്ള മൈൻഡ് ഉണ്ട്, കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ആ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, സബ് കോൺഷ്യസ് മൈൻഡിൽ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് നടക്കുന്നത്, അതിലേക്ക് പ്രോഗ്രാമിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഏതെല്ലാം മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് എന്തെല്ലാം കടത്തി വിടണം, അത് കടത്തി വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്നിട്ട് അത് കടത്തി വിട്ടിട്ടതിന് ശേഷം നമ്മുടെ മൈൻഡിലുള്ള ബിലീഫ് സിസ്റ്റം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, എങ്ങനെ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യും, എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ചേഞ്ച് ചെയ്യും. ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഗോളുകൾ സെറ്റ് ചെയ്യുന്നു, ഡെപ്തിൽ ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഗോളുകളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് മനസ്സിലാക്കിയിട്ട് അത് കംപ്ലീറ്റ്ലി ഇൻ ഡെപ്തിൽ നമ്മൾ പഠിക്കുന്നു. അതേപോലെ തന്നെ അഫർമേഷൻസ് എങ്ങനെയാണ് എഴുതുക, അതിന് പാലിക്കേണ്ട കുറെ റൂൾസ് ഉണ്ട്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടാകും നമ്മുടെ ലൈഫിലേക്ക്, എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ ഗ്രോ ചെയ്ത് പോകാം. അതേപോലെ തന്നെ നമ്മൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിഷ്വലൈസേഷനും അഫർമേഷൻസും സംഗതികളും നമ്മൾ ഇതിനു മുൻപ് പഠിച്ചുള്ള മൈൻഡ് റീപ്രോഗ്രാമിംഗിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഡിറ്റേഷൻ നമ്മൾ എങ്ങനെയാണ് ഡെപ്തിൽ ചെയ്യുക, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്താണ്, ഇതെല്ലാം നമ്മൾ അതിൽ പഠിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ഏരിയയിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ, നമുക്ക് വെൽത്ത് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ വെൽത്തിന്റെ സീക്രട്സ് എന്താണ്, അതിലേക്കുള്ള ഷോർട്ട് കട്ടുകൾ എന്താണ്, ഓൾറെഡി വെൽത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള, അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഏതെല്ലാം മെത്തേഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതേപോലെ നമുക്ക് നമ്മളുടെ ലൈഫ് സമ്പത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹാപ്പി ആയിട്ട്, ഫുൾഫിൽഡ് ആയിട്ട്, ജെന്യൂൻ ആയിട്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, ഇങ്ങനെയുള്ള ഒരുപാട് ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡെപ്തിൽ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ സ്ത്രീ പുരുഷ സൈക്കോളജി എന്താണ്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക സെക്ഷൽ ലൈഫ്, റൊമാൻറ്റിക് ലൈഫ് എങ്ങനെ നമുക്ക് കൊണ്ടു, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സോ 10 days പ്രോഗ്രാമാണ്. കം ആൻഡ് ജോയിൻ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യും, ഫാമിലി ലൈഫ് ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യും, ഇത് നിങ്ങളുടെ ആരോഗ്യം ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കും, നിങ്ങളുടെ കരിയർ ചേഞ്ച് ചെയ്യാൻ സഹായിക്കും, നിങ്ങൾ വർക്കിനെ കാണുന്ന രീതി ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ ടൈം മാനേജ്മെന്റിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. ആൻഡ് ദെൻ ദർ ഈസ് ലൈക്ക് ഇറ്റ്സ് എ ഫുൾ കൺട്രോൾ ഓഫ്. സോ ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് കം ആൻഡ് ജോയിൻ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് ആൻഡ് ലേൺ ദ മാജിക് ആൻഡ് സീക്രട്ട് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതിന്റെ കൂടെ തന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ സീക്രട്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ ടോട്ടൽ പാക്കേജ്. 7,000 rupees ആണ് അതിന്റെ കോഴ്സ് ഫീ വരുന്നത്. അതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്മുടെ ടീം മെമ്പേഴ്സ് ഇട്ടിട്ടുള്ള June 5 ആരംഭിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലെറ്റ് ഇറ്റ് ചേഞ്ച് യുവർ ലൈഫ്. ഈ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുക, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം,
അതിൽ ഇൻഡെപ്തിൽ വർക്ക് ബുക്ക് നൽകുന്നുണ്ട്, ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ആ ഇൻഡെപ്ത് വർക്ക് ബുക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കൊരു ഗോൾ ബുക്കാണത്, നിങ്ങളുടെ ഡ്രീം ലൈഫ് ഡിസൈൻ ചെയ്യുന്ന ഒരു ബുക്കാണ്. അത് നിങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമൈസേഷൻ ആയി. പുറമെ നമ്മളെന്ന് വെച്ചാൽ ഇതിലൊരു PCA സർവീസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കോച്ചിങ് അസിസ്റ്റന്റ് നൽകും. ആ പേഴ്സണൽ കോച്ചിങ് അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡെപ്തിൽ പഠിപ്പിച്ചു തരും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 month നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു എന്താ പറയുക ക്ലാസിന്റെ 10 days പിന്നെ 21 days മെഡിറ്റേഷനുമായിട്ട് നിങ്ങൾക്ക് 1 month ഈ പറഞ്ഞിരിക്കുന്ന ഡെപ്തിലുള്ള സപ്പോർട്ട് ഉണ്ടാവും ടീമിന്റെ. അപ്പൊ ആ സപ്പോർട്ട് ഉണ്ടാകുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലേക്കുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫീ വരുന്നത് 7,000 rupees ആണ്. അതിൽ കാരണം ഇത്രയും ആൾക്കാർ, ജോലിക്കാർ ഇതിന് ആവശ്യമുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അത് മാത്രമല്ല ഒരുപാട് ടീം ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി അതിന് എക്സ്പെൻസ് ഉണ്ടാവും, ചെലവുണ്ടാവും. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസും കാര്യങ്ങളും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇറ്റ്സ് എ വെരി പവർഫുൾ മെത്തേഡ്. നിങ്ങളെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കണം, രാവിലെ നിങ്ങളെ കൊണ്ട് എണീപ്പിക്കണം, മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കണം, നിങ്ങളെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം, നിങ്ങളുടെ ക്ലാരിറ്റി വർദ്ധിപ്പിച്ചെടുക്കണം. സോ ഇറ്റ്സ് എ വെരി പവർഫുൾ. മനസ്സിലാവുന്നുണ്ടോ? ടീം വർക്കിലൂടെയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ അതിന് ഇത്രയും ഫീ വരുന്നുണ്ട്. ആക്ച്വലി ഇതിന്റെ ഫീ വരുന്നത് 10,000 rupees ആണ്. ഏർലി ബേർഡ് ഓഫർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന 7,000 rupees എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിത്തിൻ 2 daysനുള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഏർലി ബേർഡ് ഓഫർ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇസ് ഇറ്റ് യൂസ്ഫുൾ? യാ, യൂസ്ഫുൾ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വരിക, പഠിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. കൂടുതൽ ക്ലാരിറ്റിയിലേക്കും കൂടുതൽ ഡെപ്തിലേക്കും നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിലേക്ക് വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡെപ്തിൽ പഠിക്കുക കേട്ടോ. അത് അവിടെ ആകുമ്പോൾ കോഴ്സിലാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഡെപ്തിൽ പഠിക്കാൻ പറ്റും. അത്രയും ദിവസമുണ്ട് ഡെപ്തിൽ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യും. വൈകുന്നേരം 7:30 ക്ലാസ്സിന്റെ ടൈമിംഗ് ഉണ്ടാവുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറ്റൻഡ് ചെയ്യാൻ, ഗൾഫിൽ നിന്നുള്ളവർ ആർക്കെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അതിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആക്കും. എല്ലാവർക്കും റെക്കോർഡിങ്സ് കിട്ടുക എന്നുള്ളതല്ല, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക്. എനിവേ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്തൊരു ദിവസം മറ്റൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും വരും. യു ആർ എ ഫുൾ പാക്കേജ് ഫോർ ഹെയർ. താങ്ക് യു സോ മച്ച്. നമുക്ക് ബിസിനസ് പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്. നമ്മുടെ മീറ്റപ്പ് വരും, മറക്കരുത്. നമ്മുടെ മോർണിംഗ് സെഷൻ മറക്കരുത്. മോർണിംഗ് സെഷൻ നിങ്ങൾക്ക് ഞാൻ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ഈ ബുക്ക് സ്വന്തമാക്കാൻ ഒരു അവസരമുണ്ട്. ഇറ്റ്സ് എ ഗിവ് അവേ. ബുക്ക് സ്വന്തമാക്കാനുള്ള അവസരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ബുക്ക് സ്വന്തമാക്കാനുള്ള അവസരം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ മോർണിംഗ് മെഡിറ്റേഷനിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, 1 മിനിറ്റിന്റെ അല്ലെങ്കിൽ 2 മിനിറ്റിന്റെ ഒരു വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യുക, 1 മിനിറ്റോ 1.5 മിനിറ്റോ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു തരിക. ഓക്കെ. അങ്ങനെ അയച്ചു തരുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ വീഡിയോ അയച്ചു തരുന്ന, അതായത് നിങ്ങളുടെ ഫീഡ്ബാക്ക്, എന്ത് ബെനിഫിറ്റ് കിട്ടി, അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ മെഡിറ്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ആ ഫീഡ്ബാക്കുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചു തരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരും താല്പര്യപ്പെട്ടിട്ട് എന്ത് ചെയ്യും, പ്രോഗ്രാമിലേക്ക് വരും. കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് നിങ്ങൾക്ക് ഒരു വീഡിയോ അങ്ങനെ വീഡിയോ അയച്ചു തരുന്ന നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കലാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് മറ്റുള്ളവർക്കും കൂടെ കിട്ടണമെന്ന് ആഗ്രഹിക്കലാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതാണ് ലവ് എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ ഫീൽ ചെയ്യുക. ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്താൻ പറ്റിയതിൽ, പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പറ്റിയതിൽ എന്ന് നിങ്ങൾ പറയുമ്പോഴാണ്, അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിലേക്കുള്ള, അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഒരു ഗിഫ്റ്റ് ആണ് വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ എഴുതിയിട്ടുള്ള ബുക്ക്. 2018 ഞാൻ എഴുതിയ ബുക്കാണ്. ഇറ്റ്സ് എ വെരി പവർഫുൾ ബുക്ക്. നിങ്ങളെ ഒരുപാട് സഹായിക്കുന്ന ബുക്കാണ്. സോ ഇഫ് യു നീഡ് ദാറ്റ്, യു ക്യാൻ ഗെറ്റ് ദാറ്റ്. ഓക്കെ. ആഫ്റ്റർ ക്ലാസ് എല്ലാവർക്കും നമ്മൾ റെക്കോർഡ് നൽകുന്നതാണ് കേട്ടോ. ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കോഴ്സിന് ശേഷം, കംപ്ലീറ്റ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും റെക്കോർഡ് നൽകും. അപ്പൊ റെക്കോർഡൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. മോസ്റ്റ്ലി അട്രാക്ട് മീ ഫ്രം യുവർ വൊക്കാബുലറി ഇൻ ലാംഗ്വേജ് സ്റ്റൈൽ ഇസ് അബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. സോ താങ്ക് യു സോ മച്ച് ഫോർ. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ് വൺസ് അഗെയിൻ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നിങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിക്കാം. ഓക്കെ.
എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക്സ് പറയാം. അൺമ്യൂട്ട് ചെയ്തോളൂ, സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. Let's hear gratitude. Thank you so much. Thank you so much. Thank you all. Thank you so much. എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടോ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. Thank you all. Thank you, sir. അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും ഇവരുടെ നമ്മുടെ ലിങ്കുകൾ ഷെയർ ചെയ്യാം, മറക്കരുത്. നിങ്ങളുടെ റിലേറ്റീവ്സ് വരെയൊക്കെ വരട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരെയും ഹീൽ ചെയ്ത് എല്ലാവർക്കും അവരുടെ സ്വന്തത്തിലേക്ക് ഫീൽ ചെയ്യാനുള്ള, ആ സ്വന്തം സ്വത്വത്തിലേക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. എല്ലാവർക്കും അവനവന്റെ ഇമോഷൻസിനെ, വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് മനസ്സിന് നല്ല രീതിയിലേക്ക് തൊട്ടറിഞ്ഞ് ഉള്ളറിഞ്ഞ് ഫീൽ ചെയ്തിട്ട് പോകാൻ കഴിയട്ടെ. ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് എവരിവൺ. Wish you all the very best. Have a great day. Thank you. Thank you, sir. Thank you. Thank you so much. Thank you, sir. You're welcome. Thank you.